കോഴിക്കോട് നഗരത്തിൽ ലഹരിവേട്ട 200 ഗ്രാം MDMA-യുമായി കോവൂർ സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി പുളിക്കൽ വീട്ടിൽ അരുൺകുമാറാണ് പിടിയിലായിരിക്കുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, പറയൂ. ദിൽന, കോഴിക്കോട് നഗരത്തിൽ വീണ്ടും ലഹരി മരുന്ന് വേട്ട നടക്കുന്നു. ഇന്ന് നർക്കോട്ടിക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ, മെഡിക്കൽ കോളേജ് SI അങ്ങനെ പോലീസിന്റെ ഒരു സംഘമാണ് പിടികൂടിയത്. ഈ അരുൺകുമാർ നിരവധി ലഹരി ഇടപാട് കേസുകളിൽ പ്രതിയാണ്. ഇതിനു മുൻപും 2 പ്രാവശ്യം അദ്ദേഹം ജയിലിൽ പോയി പുറത്തിറങ്ങിയതാണ് എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഈ 200 ഗ്രാം ലഹരി മരുന്ന് MDMA ആണ് കയ്യോടെ പോലീസ് പിടികൂടിയത്. മെഡിക്കൽ കോളേജ് പോലീസ് ലിമിറ്റിൽ നിന്നാണ് പിടികൂടുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്നും ലഹരി മരുന്നുകൾ വൻതോതിൽ ഹോൾസെയിലായി കേരളത്തിലേക്ക് എത്തുകയും അത് വിവിധ ക്യാമ്പസുകളിലും മറ്റും വിതരണം ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത്. ആ പിടികൂടിയ സമയത്ത് കയ്യിൽ 200 ഗ്രാം MDMA തന്നെ കയ്യിലുണ്ടായിരുന്നു. ഇയാൾ നേരത്തെ പല സ്ഥലങ്ങളിലും ഇത് വിതരണം ചെയ്തതിൻ്റെ വിവരവുമുണ്ട്. ജയിലിൽ ഇറങ്ങിയതിനു ശേഷം വീണ്ടും ഇതേ പ്രവർത്തനങ്ങൾ അയാൾ തുടരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. ഏതായാലും പോലീസ് അതിൻ്റെ ഉറവിടം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.